വേണ്ട ചെബ മൂടുന്നില്ല. ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ അത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉറക്കമൊക്കെ ഒന്ന് എണീറ്റ് പിന്നെ ഞങ്ങൾ അടുക്കള പണിയിൽ തുടങ്ങാറായിട്ടാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ തുടങ്ങണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അന്ന് ക്യാമറമാൻ വാവയാണ് കേട്ടോ. ഞാൻ ഓരോ പണിയിൽ നിന്നപ്പോൾ വാവയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഞങ്ങളടുത്ത പൂച്ചയാണ്. ആദ്യം വേറൊരു പൂച്ച ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് വേറെ പൂച്ചയുണ്ട്. അതും അതിൻ്റെ 3 കുട്ടികളാണ് കേട്ടോ. അസ്മിയ റാസിയ എന്താ കളിക്കണേ? അപ്പൂപ്പ താഴോട് കളിക്കുക. കാണിച്ചൂട കാണിച്ച അപ്പൂപ്പ താടി കാണിച്ച അസ്മിയ. സോറി കാണിച്ച. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദോശയും പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെറ്റാക്കി കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോസ് കണ്ട്, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് പഴം, ശർക്കര, പിന്നെ തേങ്ങാപ്പാൽ, പപ്പടം എല്ലാം കൂടി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 3 ശർക്കരയും പിന്നെ തേങ്ങയും കേട്ടോ. ആ തേങ്ങയൊക്കെ പിന്നെ ഞാൻ അതിൻ്റെ പാല് പിടിക്കണം. ഫസ്റ്റ് പാല് മാത്രം മതി കേട്ടോ. അപ്പോൾ അത് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വിഭവം ഉണ്ടാക്കി തുടങ്ങിയിട്ടാ. എന്തായാലും നോമ്പറക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ 3 ഏത്തപ്പഴം നന്നായിട്ട് കഴുകി അത്രയും വലുപ്പത്തിലാണ് പുഴുങ്ങാൻ വെക്കണം കേട്ടോ. ഇങ്ങനെ ഈ ചെറിയ വലുപ്പത്തിലാക്കുമ്പോൾ സുഖമാണല്ലോ, നമുക്ക് എടുത്ത് കഴിക്കുമ്പോഴും സുഖമാണ്. പിന്നെ വേവാനും നല്ല അത്യാവശ്യം വെന്തും ചെയ്തോളാം. അപ്പോൾ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേവാൻ വെച്ചതിൻ്റെ അപ്പുറം തന്നെ നമ്മൾ വേറൊരു ചട്ടിയിൽ പാത്രങ്ങൾ ഒഴിവില്ലാത്തതുകൊണ്ടാണ് ചീൻചട്ടി ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ടോ. അവനും അവൻ്റെ വൈഫും പിന്നെ കുഞ്ഞുവാവയുണ്ട്. കുഞ്ഞുവാവയ്ക്ക് 1 വയസ്സായിട്ടില്ല. ഏപ്രിലാണ് തോന്നുന്നത്, 1 വയസ്സാവാൻ തോന്നുന്നത്. അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അവർ വന്ന് കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ നമ്മളുടെ ശർക്കര ഉരുക്കിയേക്ക് അത് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ. വേവിച്ച് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് നേരം വെക്കുക. അപ്പോഴാണ് പഴത്തിനൊക്കെ ശർക്കരയൊക്കെ പിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ട. നമ്മൾ പിന്നെ നോമ്പറന്നതിൻ്റെ ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ദോശയും പത്തിരിയും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മളുടെ തേങ്ങാപ്പാൽ, ഫസ്റ്റ് തേങ്ങാപ്പാലും ഒഴിച്ചിട്ടാണ് അത് കുടിക്കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾ കുറച്ച് നേരം കളിക്കാൻ പോയി. അവർക്ക് പിന്നെ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കളിക്കാൻ പോയി. എന്തൊക്കെയാണ് കളിയാട്ടോ അവർ കളിക്കണത്. അപ്പോൾ ബാങ്കൊക്കെ കൊടുക്കാറായി. ഞങ്ങൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ച് നോമ്പറക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ്. പിന്നെ പത്തിരി, ദോശ, ചിക്കൻ കറി, പിന്നെ കൊക്കവട, പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ അതിലേക്ക് പപ്പടം ഉണ്ട് കേട്ടോ. തേങ്ങാപ്പാലും പപ്പടം കൂടി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. പിന്നെ ജ്യൂസ് ഉണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടി പോകട്ടോ. പിന്നെ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാത്ത കാരണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് കംപ്ലീറ്റ് ആക്കണം. അതിനതാ ഗൈസ്, ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു പോപ്കോണിൻ്റെ ഉണ്ടാക്കൂലേ 3 മിനിറ്റിൽ ഉണ്ടാക്കണ ഒരു ഇത് ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ മണികാട്ട് നസ്മിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ ബാക്കി ഇനി ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എടുക്കണ്ട, ഇതെടുത്താൽ നോക്കിക്കാ, ഇങ്ങോട്ട് നോക്കിക്കാ, എന്നെ നോക്കിക്കാ. അസ്മിയെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്.
ഞാൻ പോവാണ് ഗൈസ്. അങ്ങനെ അതാ താത്തി അളിയനൊക്കെ ഒന്ന് പോകുന്നുണ്ട്. അവർ നോമ്പറക്കാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഇനി നാളെ സ്കൂൾ തുടങ്ങിയല്ലേ, അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോവുള്ളൂ എന്ന് വിചാരിക്കണ്. അപ്പോൾ അവർ പോകുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണ് ടാസ്മിക്കുട്ടി ഇങ്ങനെ നിൽക്കുന്നത്. അതാ അവരൊക്കെ പോയപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇന്ന് സാലഡ് ഉണ്ട്, അതാണ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ സാലഡും പിന്നെ ഈ എന്താ പറയുക കക്കേരിക്ക ജ്യൂസ് അടിച്ചതുകൊണ്ട് കക്കേരിക്കം പാലെല്ലാം കൂടി ഇട്ടിട്ടുള്ള ജ്യൂസാണ് ഇന്ന് ഉണ്ടായത്. പിന്നെ സമൂസ, കൊക്കവട, പിന്നെ മുന്തിരി, പിന്നെ അസ്മിക്കുട്ടൻ്റെ മഞ്ഞ തണ്ണിമത്തൻ, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. അതിനത് ആ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അസ്മിക്കുട്ടൻ നന്നായിട്ട് ഫോൺ കണ്ടുകൊണ്ട് കിടക്കട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് അവൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവൻ ഒറ്റക്കല്ല, എല്ലാവരും പോയപ്പോൾ ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ അത്രക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.